ശശി തരൂറിന് BJPയിലേക്ക് ഫോർമലായിട്ട് ജോയിൻ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം തരൂർ എഴുതിയ പുസ്തകങ്ങളും നടത്തിയ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ വ്യക്തമായൊരു ഇൻ്റർനാഷണലിസ്റ്റ് ക്യാരക്ടറുണ്ട്, ഒരു ലിബറൽ സ്വഭാവമുണ്ട്, ഒരു പ്ലൂറലിസ്റ്റ് ക്യാരക്ടറുണ്ട്. അദ്ദേഹം പ്രതിദാനം ചെയ്ത ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് BJPയുടെ ഹിന്ദുത്വ ആശയങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയ 100 കണക്കിന് പേജുകളുള്ള സാഹിത്യവും പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഇതെല്ലാം ഒരു ദിവസം രാവിലെ തള്ളിപ്പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഔപചാരികമായ ഒരു പക്ഷേ BJPയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും BJPയുമായി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഇനിയും പറക്കാൻ കഴിയും, വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിയും. ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. തരൂറിന് മറ്റ് പല വകുപ്പുകളിലും കാര്യമായ സംഭാവനകളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എക്സ്റ്റേണൽ അഫയേഴ്സിലും ഫോറിൻ അഫയേഴ്സിലും അദ്ദേഹത്തിന് നിർണായകമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനുള്ള പശ്ചാത്തലമുണ്ട്, അറിവുണ്ട്. നയതന്ത്രം എന്താണെന്ന് അദ്ദേഹത്തെ പോലെ അടുത്ത് മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാർ കുറവാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വളരെ മികവുറ്റ ഒരു ഡിപ്ലോമാറ്റാണ്, ഫോറിൻ അഫയേഴ്സ് മന്ത്രിയാണ്. സൈലന്റ് അച്ചീവർ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ജയശങ്കറിനെ കുറിച്ച് പറയുന്നത്. കാരണം അദ്ദേഹം നിശബ്ദമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇതിനുവേണ്ടി വലിയ ബഹളങ്ങളൊന്നും നടത്താറില്ല. പക്ഷേ ലോകമെമ്പാടും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് അലൈൻമെൻറ്റ് പോളിസി എന്താണെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെ നിൽക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമായി അന്തർദേശീയ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജയശങ്കറിനെ മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അദ്ദേഹം തന്നെയാണ് വിദേശകാര്യമന്ത്രി. BJP അങ്ങനെ ഒരു ഓഫർ ശശി തരൂറിന് വയ്ക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എന്നാൽ BJP ഗവൺമെൻറ്റിന് മറ്റു പല കാര്യങ്ങളിൽ തരൂറിന് അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് അമേരിക്കയിലെ അംബാസഡർ സ്ഥാനമോ ഐക്യരാഷ്ട്രസഭയിലെ ഒരു സ്ഥിരം അംഗം അല്ലെങ്കിൽ ഇന്ത്യയുടെ പെർമനൻറ്റ് മെമ്പർ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ്, UN-ലെ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യുന്ന പെർമനൻറ്റ് മെമ്പർ എന്നുള്ള സ്റ്റാറ്റസൊക്കെ നല്ല പ്രസക്തിയുള്ള അദ്ദേഹത്തിന് തരൂറിന് താല്പര്യമുള്ള പോസ്റ്റുകളായിരിക്കാം. അതൊക്കെയാണ് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളിൽ കൂടി മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹം സ്വീകരിച്ചാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. ഒരുപക്ഷെ MP സ്ഥാനവും രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ്. MP സ്ഥാനം രാജിവെക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടിയായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആലോചിക്കേണ്ടത്. കുറേ കാലമായി നമ്മളിത് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിനെ പൂർണ്ണമായി തള്ളിക്കളയാനും കോൺഗ്രസ് പാർട്ടി തയ്യാറാകുന്നില്ല. എന്നാലും ഇതിനൊക്കെ ഒരു ലക്ഷ്മണരേഖ ഉണ്ട് എന്ന് KC വേണുഗോപാൽ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു പരിധി വിട്ടാൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ചേക്കും. കഴിയുന്നത്ര അത് തരൂറിനെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ തരൂർ നടത്തുന്ന പ്രസ്താവനകൾ വലിയ വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ നടത്തിയ പ്രസ്താവന തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. RSS പ്രത്യേകിച്ച് അതിൻ്റെ നേതാവായിരുന്ന MS ഗോൾവാൾക്കർ പഴയ കാലത്ത് പറഞ്ഞൊരു കാര്യം, അത് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയിൽ മനുസ്മൃതി ഇല്ല എന്ന് അദ്ദേഹം ഗോൾവാൾക്കർ പറഞ്ഞത്, രാഹുൽ ഗാന്ധി സമീപകാലത്ത് പറഞ്ഞത്, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത് തന്നെ ഭരണഘടനയിൽ മനുസ്മൃതി ഇല്ലാത്തതാണ് RSSൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ തരൂർ അതിനൊരു തിരുത്ത് രാഹുൽ ഗാന്ധിക്ക് നൽകുകയാണ് ചെയ്തത്. അത് പൊതു പ്രസ്താവനയിൽ കൂടിയാണ്. അപ്പം അദ്ദേഹം ശശി തരൂർ പറഞ്ഞത് RSS നേതാവ് ഗോൾവാൾക്കർ അന്നത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അത് ചരിത്രമാണ്. പക്ഷേ ഇന്ന് RSS എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് RSSനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് തീർച്ചയായിട്ടും ശശി തരൂർ നൽകുന്നത്. അത് കോൺഗ്രസിന് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ തരൂറിൻ്റെ നിലപാട് മാറുന്നത് വളരെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, ഇദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കുമോ? തരൂർ സ്വയം രാജിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം ചെല്ലാൻ വഴിയില്ല. അതിനേക്കാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു അച്ചടക്ക നടപടിയായിരിക്കും ശശി തരൂർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അത് പെട്ടെന്ന് ചെയ്യാനുള്ള ധൈര്യമില്ല. അത് മാത്രമല്ല എത്രത്തോളം ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ BJPക്ക് മറുവശത്താകട്ടെ വളരെ വളരെ സന്തോഷമാണുള്ളത്. കാരണം തരൂറിനെ ഇങ്ങനെ നിർത്തുന്നത് BJPക്ക് അനുകൂലമായൊരു ഘടകമാണ്. കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒരു ഒളിയമ്പ് ചെയ്യാൻ ശശി തരൂർ ഒരു ആയുധമായി നിൽക്കുന്നു. അത് ശശി തരൂർ പറയുമ്പോൾ ലോകം ശ്രദ്ധിക്കും, രാജ്യം ശ്രദ്ധിക്കും, കേരളം ശ്രദ്ധിക്കും. അത് തരൂരിൽ നിന്ന് നടത്തുന്ന പ്രസ്താവനകൾ അത് BJPക്ക് ഗുണകരമായി മാറുകയും കോൺഗ്രസിന് പ്രതികൂലമായി വരികയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഭാവി എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്.
എൻ്റെ ഒരു വിലയിരുത്തലിൽ അദ്ദേഹം ഔപചാരികമായി BJP-യിൽ ചേരുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം അദ്ദേഹം ഹിന്ദുത്വ ആശയങ്ങൾക്ക് വിരുദ്ധമായി എഴുതിയിട്ടുണ്ട്. ശശി തരൂരിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്ലൂറലിസ്റ്റാണ്, ലിബറലാണ്, അന്തർദേശീയപരമായ സ്വഭാവമുള്ളതാണ്. അത്തരം സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രകടനവും എല്ലാം ലോകം അറിയുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഹിന്ദു ദേശീയത ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അദ്ദേഹം കടന്നു വരുമെന്ന് തോന്നുന്നില്ല. എന്നാൽ മോദി ഗവൺമെൻറ് കൊടുക്കുന്ന സ്ഥാനങ്ങൾക്ക് സ്വീകാര്യനാകാൻ തരൂർ തയ്യാറാണ്. അത് വളരെ വ്യക്തമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഒരു കാര്യം മറക്കാൻ പാടില്ല. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ, അദ്ദേഹത്തിൻ്റെ കഴിവും മികവും എല്ലാം ഈ മേഖലയിലാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി അപാരമാണെന്നുള്ളതിന് സംശയമില്ല. 24 വയസ്സിൽ ഡോക്ടറേറ്റ് നേടുക അമേരിക്കൻ സർവകലാശാലയിൽ നിന്ന്, ടഫ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതൊരു നിസ്സാര കാര്യമല്ല. അത്രത്തോളം ചെറുപ്രായത്തിൽ PhD നേടിയ എത്ര പേരുണ്ട് 24 വയസ്സിൽ. അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും കൂടെ 3 വർഷത്തിൽ തീർത്തു എന്ന് പറയുന്നത്, 3-4 വർഷത്തിൽ തീർത്തു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ് അമേരിക്കയിലേക്ക് പോയത്. അപ്പോൾ പ്രഗത്ഭനായ ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ആയി അദ്ദേഹം ശോഭിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നയതന്ത്രത്തിലേക്ക് മാറി. അപ്പോൾ അദ്ദേഹത്തിന് അന്തർദേശീയ ബന്ധങ്ങൾ എന്താണെന്നും രാഷ്ട്രതന്ത്രം എന്താണെന്നും ഒന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആ മേഖലയിൽ അദ്ദേഹം അഗ്രഗണ്യനാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണ്ട സ്ഥാനം കോൺഗ്രസ് പാർട്ടി കൊടുത്തില്ല. പൊതുവിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്വഭാവം ബുദ്ധിജീവികൾക്ക് വലിയ സ്ഥാനം കൊടുക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിലാണ് കോൺഗ്രസ് പാർട്ടി എന്നും ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെ പ്രായോഗിക രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ താഴെക്കിടയിലുള്ള പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഈ ബുദ്ധിജീവികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടില്ല. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിൽ തന്നെ ഇടതുപക്ഷം പൊതുമണ്ഡലത്തിൽ ഇത്രയും സ്വീകാര്യമായത് അവർ ബുദ്ധിജീവികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ്, ബുദ്ധിജീവികളുമായി അടുത്തു നിന്നുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് വളരെയധികം സാങ്കേതിക വിദ്യ, കമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടായ, വാർത്താവിനിമയ രംഗത്തുണ്ടായ മാറ്റങ്ങൾ, ഇത്രയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കും മറ്റ് ബുദ്ധിജീവികൾക്കൊക്കെ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്. അത് അത്തരത്തിൽ ശശി തരൂരിനെ വേണ്ട രീതിയിൽ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിടില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെല്ലാം കോൺഗ്രസ് വിരുദ്ധാശയങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. ഇപ്പോൾ ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അദ്ദേഹം ഒട്ടും പ്രിയങ്കരനല്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ മോദി ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തരൂർ ഇങ്ങനെ നിൽക്കുന്നത് BJP-ക്ക് നല്ലതാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് BJP-യിലെ നേതൃത്വത്തിൽ പലർക്കുമുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് BJP ഗവൺമെൻറ് ഒരു സ്ഥാനം അന്തർദേശീയ ബന്ധവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലോ മറ്റോ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ ലോക്സഭാ സീറ്റ് രാജിവെച്ചാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ BJP-ക്ക് മറ്റൊരു നേട്ടം കൂടി നേടാം എന്നുള്ള പ്രതീക്ഷയും തിരുവനന്തപുരത്ത് ഉണ്ടാകാം. ഇത്തരം കണക്കുകൂട്ടലുകൾ കൂടി BJP-ക്ക് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതൊന്നും നമുക്ക് പ്രസ്താവനയിൽ കൂടി കാണുന്നില്ലെങ്കിലും രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രവചനം നടത്താൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും സമകാലീന രാഷ്ട്രീയം അത് നിൽക്കുന്ന സന്ദർഭത്തിന് അനുസരിച്ചാണ് അത് മാറുന്നത്. അതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾ അസാധ്യമാണ്. അപ്പോൾ കണ്ടക്സ്റ്റ് അഥവാ സന്ദർഭം എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ സന്ദർഭം വന്നിരിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഞാനിവിടെ വിവരിച്ചത്. വളരെ പെട്ടെന്ന് തരൂർ BJP-യിലേക്ക് പ്രവേശിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. പക്ഷെ അതേസമയം അദ്ദേഹത്തിന് കോൺഗ്രസ്സിലേക്ക് ഒരു തിരിച്ചുപോക്ക് അത്ര എളുപ്പവുമല്ല. ഇതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രത്യേകത.